പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് അനുവദിച്ചു തന്ന ഈ ഇടത്തിൽ മരിയൻ ഗാർഡനിൽ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പേറി അമ്മയുടെ മക്കളായ നമ്മൾ ഈ മരിയൻ പ്രത്യക്ഷീകരണ മണിക്കൂർ അനുസ്മരിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുന്ന വലിയ മണിക്കൂറാണിത്. സ്വർഗം താഴെ ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയെ ലോകത്തിന് കൃപാസനത്തിലൂടെ വെളിപ്പെടുത്തിയ സുദിനം. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനിലൂടെ വലിയ ദൈവിക സന്ദേശം, ദുരന്തമുണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയ ഈ വാർഷിക അനുസ്മരണ ദിനത്തിൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ലോക ജനത മുഴുവനെയും നമുക്ക് ഈ അൾത്താരയിൽ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ മരിയൻ പ്രത്യക്ഷീകരണത്തിന് ദൈവം ഈ കൃപാസനം എന്ന ഇടത്തെ തിരഞ്ഞെടുത്തതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തന്നെ മരിയൻ ഉടമ്പടി എന്ന വലിയ പദ്ധതിയിൽ നമ്മളെയും പങ്കുകാരാക്കിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം. വിശുദ്ധനായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനിലൂടെ ഈ ഒരു വലിയ മരിയൻ പ്രത്യക്ഷീകരണം സംഭവിക്കുവാൻ ദൈവപിതാവ് മനസ്സായതിനെ പ്രതി നമുക്കൊരു നിമിഷം ഹൃദയത്തിൽ നന്ദി പറയാം. വലിയ ദൈവിക മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ ഈ സമയം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷയായ കൃപാസനം അൾത്താര മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ആലയത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്ത മുഖങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിക്കാം. മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഷോയെ കൃപാസനത്തിൽ നടന്നിട്ടുള്ള 10,000 ആരാധനകളുടെ യോഗ്യതയാൽ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യേ സ്വർഗം ഈ ഭൂമിയെ തൊട്ട ആ നിമിഷത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നീ ഈ സമയം മധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ വൻ കൃപകൾ ഈ ആരാധനാ മണിക്കൂറിൽ സ്വർഗത്തിൽ നിന്ന് പൊഴിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സാക്ഷ്യമായി ഈ ലോകത്തിൽ പ്രശോഭിക്കുവാൻ, ക്രിസ്തുവാകുന്ന വെളിച്ചം എല്ലാവരിലേക്കും കൈമാറുവാൻ, മരിയൻ ഉടമ്പടി പോരാളികളാകുവാൻ, ക്രിസ്തു രഹസ്യം, പെസഹ രഹസ്യം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുവാൻ ഈ ആരാധനാ സമയം അങ്ങയുടെ മക്കളെ പ്രത്യേകമായിട്ട് നീ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. വലിയ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മുഴുവൻ മക്കളെയും, നാളിതുവരെ 2015 മുതൽ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ സമയം നമുക്ക് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഓരോ മക്കളെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി നന്ദിയോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവപിതാവേ നന്ദി, ദേവപിതാവേ മഹത്വം, ദേവപിതാവേ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്
ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ശാന്തമായി ആയിരിക്കാം. ഈ വലിയ പ്രത്യക്ഷീകരണ വാർഷിക ആരാധന മണിക്കൂറിൽ, വലിയ കൃതജ്ഞതാ സമർപ്പണ ആരാധനയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം. ഒരുപാട് മക്കൾ ഈ സമയം ഈ ആരാധന മണിക്കൂറിൽ ഇവിടെ ആയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞ് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെയാണ് ദൈവപിതാവ് ഈ സമയം ഈ ആരാധന മണിക്കൂറിലേക്ക് വിളിച്ചത്. നമുക്ക് ഹൃദയത്തിൽ വലിയ സ്നേഹത്തോടുകൂടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. വലിയ ദുരന്തമുഖങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഉടമ്പടി വഴിയായി ഭവനങ്ങളിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മ നൽകിയ വലിയ കൃപകൾക്കുള്ള നന്ദി കൂടിയാണ് ഈ വലിയ ആരാധന. ലോകത്തിൻ്റെ അതിർത്തികളൊക്കെയും ഈ പരിശുദ്ധ അമ്മയുടെ മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലങ്ങൾ പേറുന്ന വലിയ ഒരു ലോക ജനത നമ്മുടെ ഈ നാട്ടിലുണ്ട്, ലോകം മുഴുവനുമിലുമുണ്ട്. അവരുടെയൊക്കെ നന്ദിയോട് ചേർത്ത് ഓൺലൈനായി ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളുടെയും ജീവിത വിഷയങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മരിയൻ പ്രത്യക്ഷീകരണത്തിനായി ദൈവപിതാവ് തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രതി നമുക്കൊരു നിമിഷം ദൈവപിതാവിന് ദിവ്യകാരുണ്യ ആരാധനാ മധ്യേ നന്ദി പറയാം. ഈശോയെ, ഇനിയും ഇനിയും ഞങ്ങളുടെ ആലയത്തിന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലങ്ങൾ മരിയൻ ഉടമ്പടി എന്ന പോലെ പുതിയ പുതിയ ശുശ്രൂഷ മേഖലകൾ വെളിപ്പെടുത്തി കിട്ടണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. 2014 പരിശുദ്ധ അമ്മ അന്ന് പറഞ്ഞതുപോലെ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും ഈശോയെ പ്രത്യേകമായിട്ട് നടപ്പിൽ വരുവാൻ കൃപയാകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെയും കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വിവിധ ജീവിത അവസ്ഥകളെയും വിവിധ ജീവിത ദുരന്ത അവസ്ഥകളെയും ഈ പ്രത്യേകമായിട്ട് ഈ പ്രത്യക്ഷീകരണ നന്ദി ആരാധനാ മണിക്കൂറിൽ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം ഒരുപാട് സന്തോഷിക്കുന്നൊരു സമയമാണിത്. കാരണം പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനനം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രക്ഷകൻ്റെ പിറവിക്ക് വേണ്ടിയിട്ടായിരുന്നു. വാഗ്ദാനപ്രകാരം ദൈവപിതാവ് നമുക്ക് കൽപ്പിച്ച് നൽകിയ ആ ഒരു രക്ഷ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജനനം നടക്കുന്നത്. പരിശുദ്ധ അമ്മ പേറിയ ആ വലിയ ദൗത്യം ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് തുടരുന്ന വ്യക്തികളാണ് ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയെ ഈ സമയം ഈ പ്രത്യക്ഷീകരണ ആരാധന മണിക്കൂറിൽ നമുക്ക് മനസ്സുകൊണ്ട് ഒന്ന് പുതുക്കി പ്രാർത്ഥിക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയിലെ 6 നിബന്ധനകൾ പാലിക്കുന്നതിൽ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടോ? എൻ്റെ മനോഭാവങ്ങൾ മൂലം, എൻ്റെ വ്യക്തിപരമായ അലസത മൂലം ഈ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവകൃപകൾ എന്നിലേക്ക് ഒഴുകുവാൻ ഞാൻ തന്നെ തടസ്സമായി എടുത്തിട്ടുള്ള എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ നിലപാടുകൾ അതൊക്കെ തിരുത്തുവാനായിട്ട് നമുക്ക് ഈ ആരാധന മണിക്കൂറിൽ പ്രത്യേകമായിട്ട് ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ഷെറിൻ. ഞാൻ കൊല്ലം പാൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്ക് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. അതിലൊരു വഴിത്തർക്കത്തിനെ സംബന്ധിച്ചൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിവിൽ കേസാണ്. 2014 ഞാൻ കേസ് ഫയൽ ചെയ്തത്. അത്
രേഖകളെല്ലാം ക്ലിയറാണ്. അത് എതിർകക്ഷിയുടെ ഒരു വാക്തർക്കത്തെ പറ്റി കൊടുത്ത കേസാണ്. അതിലെനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് കൊടുത്തല്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്കൊരു മൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. കേസ് വെറുതെ ഒരു ഫയലിയായിട്ട് കിടക്കുമായിരുന്നു. വസ്തുവിലേക്ക് വരുന്നതിന് കേസ് ഒരു ബാധ്യതയായി കിടക്കുന്നുണ്ടായിരുന്നു. അമ്മ മാതാവ് ഇടപെട്ടിട്ട് ആ കേസ് ഫയൽ ചെയ്തിരുന്ന കേസിനെ ക്ലോസ് ചെയ്തു തന്നു. എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു കൊടുത്തിരുന്ന കേസ് കൊടുത്ത കക്ഷിക്ക് എന്നെ വിഡ്രോവൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മാതാവ് ഇടപെട്ടിട്ടാണ് കേസ് ക്ലോസ് ചെയ്ത് തന്നത്. അതൊരു എൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. 2014 ഞാൻ ഫയൽ ചെയ്തത് കേസ്. 9 വർഷം കൊണ്ട് കേസ് നടക്കുമായിരുന്നു. 2023 ഡിസംബർ മാസം 8-ാം തീയതിയാണ് കേസ് ക്ലോസ് ചെയ്ത് ഫയലിൽ എന്നെ വിഡ്രോവൽ ഫയലായത്. ഉടമ്പടി ഞാൻ എടുത്തത് ഡിസംബർ 6-ാം തീയതിയാണ്. എനിക്ക് കേസ് വിഡ്രോവൽ കിട്ടിയത് ഡിസംബർ 8-ാം തീയതിയാണ്. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വഴിത്തർക്കമുള്ള വസ്തുവാണ്. ഇതിന് ക്ലിയറായിട്ടുള്ള രേഖകളാണെങ്കിൽ കൂടിയും കല്ലുകളൊന്നും ക്ലിയറായിട്ട് കിടക്കുമല്ല. എതിർഭാഗത്തുള്ള പുള്ളിക്കാരൻ ഇന്നലെ എന്നെ സമീപിക്കുകയും അതെല്ലാം ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് 2009 തുടങ്ങിയ പ്രശ്നമാണ്. ഇപ്പോൾ 2025 എനിക്കത് ക്ലിയർ ചെയ്ത് കിട്ടിയത്. അതിനുശേഷം എൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്തിൽ അശ്വതി എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ SLC സർട്ടിഫിക്കറ്റ് വന്ന സമയത്ത് എൻ്റെ പേരിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും ഒരു ഗവൺമെൻറ് സർവീസിനോ ഒന്നും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല. കാരണം രണ്ടിലും 2 പേരാണ്. ഒരു ഗവൺമെൻറ് പരമായ ഒരു കാര്യത്തിന് ഉപകരിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ മാതാവ് അത് കറക്റ്റ് ശ്രദ്ധിച്ചു. എന്നെക്കൊണ്ടത് കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ഫോം കൊടുപ്പിച്ചു. അത് ഗസറ്റിലൊക്കെ വന്ന് 10-20,000 രൂപയുടെ ഒരു ചിലവൊക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അത് മാതാവ് 4 ദിവസം കൊണ്ട് തന്നെ അതെനിക്ക് ചേഞ്ച് ചെയ്ത് തന്നു. ഒരു കോഴ്സിന് ചേർന്നു. അതായത് ഞാൻ ഹെവി എടുക്കാനായിട്ട് എനിക്കൊരു ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. അത് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഗവൺമെൻറ്റിൽ തന്നെ ഇപ്പോൾ ഒരു പരിശീലന കേന്ദ്രമുള്ളത് കൊണ്ട് അതിനെ സമീപിക്കുകയുണ്ടായി. അതിൽ രണ്ടാമത്തെ ഒരു ഫെയിലിങ്ങിൻ്റെ ഒരു വിഷയം വന്നു. കാരണം പ്രാക്ടീസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടൊരു വിഷയം വന്നു. അവർക്ക് കറക്റ്റ് ഒരു പ്രാക്ടീസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. ഫസ്റ്റ് ബാച്ചായിരുന്നു. അപ്പം ഹെവി ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പം അതിൻ്റെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം രണ്ടാമത്തെ അത് അങ്ങ് വരുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിൽ 1000 രൂപ മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 6 പേര് ആ സമയത്ത് ഫെയിലായി. നമ്മൾ റീടെസ്റ്റിന് വേണ്ടി കൊടുത്ത സമയം 5000 രൂപ തന്നെ അടയ്ക്കണമെന്നൊരു ഡിസിഷനാണ് ഉണ്ടായത്. പക്ഷേ നമ്മളത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. സാറ് പറഞ്ഞത് 5000 രൂപ തന്നെയാണ്, ഫിക്സഡാണ്, അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വന്ന കുട്ടി പറഞ്ഞു ഭയങ്കര വിഷമമായവന്. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഞാൻ മാതാവ് പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് പറഞ്ഞു. 20 ദിവസത്തിനകത്ത് തന്നെ 1000 രൂപയ്ക്ക് സാക്ഷനായി കിട്ടി. പിന്നെ എൻ്റെ വലത് കാലിൽ ഒരു വെയിൻ ബ്ലോക്കായി. കാലിൻ്റെ വെയിൻ നല്ല നീലിച്ച് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു സ്തംഭനത്തിലേക്ക് പോകുന്നത്. കാരണം നല്ല രീതിയിൽ കാല് പെരുത്ത് കാലിന് ബ്ലഡ് ഓട്ടം കുറഞ്ഞിട്ട് കാലിൻ്റെ വെയിൻ ബ്ലോക്കായി. കാല് നല്ല മന്ത് കാല് പോലെയായി. കാണിക്കുന്ന എല്ലാ ഡോക്ടർമാരും ആ ഏരിയയിലെ PHSCയിലെ ആയമാരെ വിളിക്കുകയും ആ ഏരിയയിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കാലാണ്, പക്ഷേ ഇത് മന്ത് കാല് പോലെയാണ് ഇരിക്കുന്നത്. കാലിന് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് മുറിച്ച് കളയേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഉടമ്പടി തൈലം മാത്രമാണ് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞു കർത്താവ് തന്ന കാലാണ്, ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. ഇത്രയും ഈ കാല് ഞാൻ വെച്ചുകൊണ്ട് ഞാൻ എന്തായാലും പ്രേക്ഷിത വരെ ചെയ്തു. ഞാൻ പുലിച്ചിറ മാതാവിൻ്റെ അവിടെ പോയിരുന്ന പ്രേക്ഷിത വരെയും ചെയ്തു ഈ കാലുകൊണ്ട്. പക്ഷേ ഉടമ്പടി തൈലം കൊണ്ടാണ് ഈ കാലം ക്ലിയർ ചെയ്തത്. കാലിൽ കറുപ്പ് ഇതുവരെയും പോയിട്ടില്ല. എൻ്റെ 2 പാദത്തിലും നല്ല രീതിയിൽ കറുപ്പുണ്ട്. കാരണം ഇടതേ കാലിന് താമസിക്കാതെ തന്നെ ഒരു പ്രാണി കൊത്തിയിട്ട് വലിയൊരു മുറിവ് പിന്നും ഉണ്ടായി. ഇത് അടുത്തൊരു മുറിവായിട്ട് വന്നു കാലിൽ. അത് സെക്കൻഡ് ഇടത്ത് കാലാണ്. അതും മന്തുകാല് പോലെ തന്നെയാണ് വന്നത്. പക്ഷേ അതും ഞാൻ ഉടമ്പടി വസ്തു ഞാൻ ഉപയോഗിച്ച് മാത്രമാണ്. അത് ഉടമ്പടി തൈലൊന്ന് കുരിശ് വരച്ചുകൊണ്ട് തന്നെയാണ് ഇതും എനിക്ക് ഭേദമാക്കി അമ്മ തന്നത്.
എനിക്ക് ആത്മീയമായ നല്ല വളർച്ച ഉണ്ടാവാൻ സാധിച്ചു ഉടമ്പടിയിലൂടെ. കർത്താവിന് എനിക്ക് അറിയാമായിരുന്നു, പണ്ടേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ആവശ്യങ്ങളും ഞാൻ കർത്താവിനോടും ഞാൻ നോക്കി പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മുൾക്കിരീടം ചൂടി നിൽക്കുന്ന ആ രക്തമൊലിച്ച ആ രൂപത്തെ നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും വേണം എന്ന് ആവശ്യപ്പെടാനുള്ളൊരു എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. അമ്മ മാതാവിനെ പരിചയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈശോയിൽ നിന്നും ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മ വാങ്ങിത്തരുമെന്ന് എനിക്കറിയാൻ കഴിഞ്ഞതും കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞതും. ഇപ്പോൾ ഒരു രൂപ കയ്യിലില്ലെങ്കിൽ കൂടിയും ആകെ ഉള്ളതിനെ എനിക്ക് അയച്ചു കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും ഒരു നേരത്തെ ആഹാരം എനിക്ക് വേണം എന്ന് ചോദിക്കാൻ പിന്നെ ചിലപ്പോൾ കഴിവില്ലാത്ത മനുഷ്യരുണ്ടാവും. എന്ന് വെച്ചാൽ എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ ദാഹിക്കുന്നു എന്ന് പറയാൻ ശേഷിയില്ലാത്ത കുറച്ച് മനുഷ്യർ റോഡ് ഇവർ നടക്കും. അപ്പം അവരെയൊക്കെ കാണുമ്പം ഞാൻ അങ്ങോട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിൽ എനിക്ക് കഴിയും എങ്കിൽ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ പറയും, ഇത് കർത്താവ് തന്നതിൽ നിന്നുള്ള പങ്കാണ്, അത് നിങ്ങളെ കർത്താവ് രക്ഷിക്കും എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന യൂട്യൂബിൽ വരുന്ന നമ്മുടെ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജപ്തിയായി മരണത്തിൻ്റെ വക്കീലാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഓരോ വീഡിയോകളും ഞാൻ ഗൂഗിൾ പേ നമ്പർ സേവ് ചെയ്യും. അതിലെനിക്ക് പറ്റുന്ന ഞാൻ ഗൂഗിൾ പേ ചെയ്യും. അതിനുശേഷം ഞാൻ 30 ലക്ഷമാണ് അവരെ കടമെങ്കിൽ ഞാൻ 50 ലക്ഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും. അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യും, ഞാൻ അവരിവിടെ വരും, ഉടമ്പടി എടുക്കും. ഒരുപാട് അനുഗ്രഹങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അവരുടനെ തന്നെ ഇവിടെ സാക്ഷ്യങ്ങൾ പറയും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ രാവിലത്തെ ഡെയിലി ബ്രെഡ് ആ ടൈമിൽ തന്നെ ഷെയർ ചെയ്യും. എൻ്റെ എപ്പോൾ ആണ് ഒരു സാക്ഷ്യം കിട്ടിയാലും ഞാൻ അപ്പോഴേ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്നതും ഇനി യൂട്യൂബിലൂടെ എന്നെ ശ്രവിക്കുന്നതുമായ എല്ലാ മനുഷ്യരോടുകൂടിയും ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടുകൂടി എനിക്കൊരു അപേക്ഷയും കൂടി ഉണ്ട്. പുലിച്ചിറ മാതാവിൻ്റെ പള്ളിയിൽ പോയപ്പോഴും കൈകെട്ടി ഈശോ കൊല്ലം അവിടെ എത്തിയപ്പോഴും എനിക്കുണ്ടായ ഒരു വേദനകരമായ ഒരു അനുഭവമാണ്. ഇവിടുന്ന് ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ അവിടെ വന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വ്യക്തിക്ക് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും, ഒരിക്കലും വേണ്ടാന്ന് പറയില്ല. അതുകൊണ്ട് അവിടെ കൊടുക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് 3 കെട്ട് 5 കെട്ട് വീതം ഞാൻ അവിടെ പോയി എടുത്തുകൊണ്ട് വരാറുണ്ട്. അവിടെ ഡംപ് ചെയ്തിട്ട് പോവാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷയായിട്ട് എടുക്കണം. കാരണം ഞാൻ മഴയത്ത് നനഞ്ഞു കിടന്നത് പോലും ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് വാരി എൻ്റെ വീട്ടിൽ കൊണ്ട് പോയിട്ടുണ്ട്. എനിക്കത് കണ്ട് ഭയങ്കരമായ വിഷമം തോന്നി. കാരണം അത് ഒരമ്മയുടെ കൈകളാണത്. ഭയങ്കരമായ വിഷമമുണ്ടായി. മാത്രമല്ല അവിടെ ചന്ദനത്തിരിയും മറ്റും പൊതിഞ്ഞു കൊടുക്കുന്നതും അതിനകത്താണ്. ഞാൻ നേരിട്ട് കണ്ടു. അവിടെ നിരന്ന് പറന്ന് നടക്കുവാണ് മഴയത്ത്. അപ്പം ഞാനതെല്ലാം എടുത്ത് അവിടെ ഇരുന്ന് ഉണക്കി പറക്കി ഞാൻ കൊണ്ടുപോയി വേറെ ആൾക്കാർക്ക് കൊടുത്തു. കൈകെട്ടി ഈശോൻ്റെ അവിടെ നിന്നുണ്ടായ അനുഭവമാണ്. അതുപോലെ തന്നെ പുലിച്ചിറ മാതാവിൻ്റെ സന്നിധാനത്തു നിന്നും എനിക്ക് 3 കെട്ടോളം എൻ്റെ ജന്മനാൾ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് 3 കെട്ട് സാക്ഷി അമ്മ തന്നു. അതൊരു ഗിഫ്റ്റായിട്ട് തന്നാണ് ഞാൻ വിചാരിച്ച്. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും വർക്കല കൃപാസന സാക്ഷ്യപത്രം എനിക്ക് കിട്ടി. 3 സെറ്റാണ് കിട്ടിയത്. അതിന് ഞാൻ കൊണ്ടുപോയി എല്ലായിടത്തും ബസ് സ്റ്റോപ്പിൽ ഓട്ടോറിക്ഷ ചേട്ടന്മാർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് മാതാവ് തന്നു. ഇനിയും ഞാൻ എവിടെ കിട്ടിയാലും കൊടുക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് എങ്ങും ഇങ്ങനെ ഡംപ് ചെയ്യരുത്. ഒരു അപേക്ഷയാണ്. നനഞ്ഞും ഒരു മെഴുകുതിരി പൊതിയാനും ആയിട്ടുള്ള ഒരു വേസ്റ്റിലോട്ട് ആയിട്ട് അമ്മയുടെ കൈകളെ നിങ്ങൾ ഒരിക്കലും കാണരുത്. ഒരു അപേക്ഷയാണ്. ഞാനത് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് എനിക്കത് കണ്ടപ്പോൾ. അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത്. എല്ലാ അനുഗ്രഹവും തന്നതിനും അതിൽ കൂടുതൽ എല്ലാ അനുഗ്രഹം തന്നതിനല്ല, എനിക്ക് തന്ന എല്ലാ സങ്കടങ്ങൾക്കും എനിക്ക് തന്ന വേദനകൾക്കും ഞാൻ കർത്താവിനോട് നന്ദി പറയുന്നു. കാരണം അതുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത്. എനിക്കെല്ലാം ഉണ്ടെങ്കിലും സന്തോഷവതിയാണെങ്കിൽ ഒരിക്കലും ഞാനിവിടെ വരില്ല. എനിക്ക് തന്ന സങ്കടങ്ങൾക്കും വേദനകൾക്കും ഞാൻ കർത്താവിനോട് ഒരുപാട് നന്ദി പറയുന്നു. അതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കൃപാസനം തേടി വരികയോ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ജനങ്ങൾ വരുന്നതെന്ന് തന്നെ ഒരിക്കലും വരില്ല. എനിക്ക് സങ്കടമുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്.
നമ്മൾ സന്തോഷവതിയാണ്, സന്തോഷം ആഘോഷിക്കാൻ വരുന്ന സ്ഥലമല്ല ഇത്, അമ്മയോട് സങ്കടം പറയാൻ വരുന്നൊരു സ്ഥലമാണ്. അപ്പം എനിക്കിവിടെ വരാൻ പറ്റിയത് വേദനകളുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് എനിക്ക് വേദന തന്നതിലും ഈ ജന്മത്തിൽ കർത്താവിനെ എനിക്ക് അറിയാൻ സാധിച്ചതിലും അമ്മയിലൂടെ എനിക്ക് കർത്താവിനെ കൂടുതൽ അടുക്കാൻ സാധിച്ചതിലും എനിക്കിപ്പോൾ കൃപാസനം സാക്ഷ്യപത്രം ഇല്ലാതെ തന്നെ ഒരു വ്യക്തിയോട് സംസാരിച്ച് കൃപാസനം എന്താണെന്ന് പറയാനും ഉടമ്പടി എന്താണ് എന്ന് പറയുവാനും എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവർ നിമിഷ നേരം കൊണ്ട് തന്നെ അവരെ സങ്കടങ്ങൾ എനിക്ക് അവർ മനസ്സിലാക്കുകയും ഞാൻ ആ സങ്കടങ്ങളിൽ മറുപടി പറഞ്ഞു കൊടുക്കുകയും ആ സെക്കൻഡിൽ തന്നെ അവരിവിടേക്ക് വരാൻ ഉള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവുകയും വരികയും ചെയ്യുന്നുണ്ട്. സാക്ഷ്യപത്രം കൊടുക്കുന്നതിനേക്കാളും ആൾക്കാരും ഞാൻ സോഷ്യൽ മീഡിയ വഴി ഇവിടെ എത്തിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായ കൃപ കിട്ടിയതിൽ എനിക്ക് മാതാവിനോടും ഈശോയോടും അതീവ നന്ദിയുണ്ട്. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശ്രീജ. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഇപ്പം താമസിക്കുന്നത് പത്തനംതിട്ട കുമ്പനാടാണ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജൂൺ 10 പഠിക്കാൻ വളരെ മോശമായിരുന്നു. അവൾ പഠിത്തത്തിൽ വളരെയേറെ മോശമായിരുന്നു. അന്നേരം 10ാം ക്ലാസ്സിലായിരുന്നു. അന്ന് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ നാത്തൂൻ പറഞ്ഞത്, ആദ്യമായിട്ട് നാത്തൂനാണ് പറഞ്ഞത്, കൃപാസനത്തിലൊരു മാതാവുണ്ട്, പ്രത്യക്ഷപ്പെട്ട മാതാവ്, അവിടെ പോയാൽ എന്തായാലും 10ാം ക്ലാസ് ജയിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ചു. കറക്റ്റിന് എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചു പോർന്നു. പരീക്ഷ സമയത്ത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശു വരച്ചും കാശുരൂപം കയ്യിൽ പിടിച്ചു ഉപ്പും കഴിച്ച് പരീക്ഷ എഴുതാൻ പോയി. ഒട്ടും ഞങ്ങൾ വിചാരിച്ചില്ല അത്രയേറെ മാർക്ക് തന്ന് മാതാവ് അവളെ ജയിപ്പിച്ചു. അത് കഴിഞ്ഞ് പ്ലസ് 1 ഞങ്ങൾ ഇങ്ങോട്ട് ടീച്ചർ വിളിച്ചാണ് അഡ്മിഷൻ കൊടുത്തത്. അതൊരു സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾ പീരീഡ് ആവത്തില്ല, അത് 3-4 മാസം കൂടുമ്പോഴൊക്കെ ആവത്തുള്ളായിരുന്നു, കറക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് മാതാവിൽ ഉടമ്പടി സാക്ഷ്യത്തിൽ എഴുതി വെച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി തൈലം കൊണ്ട് അടിവയറ്റി കുരിശു വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ കറക്റ്റിന് എല്ലാ മാസവും കറക്റ്റിന് പീരീഡ് ആവുന്നുണ്ട്. പിന്നെ മൂന്നാമത് മോക്ക് കിട്ടിയ സാക്ഷ്യം തന്നെ, അവൾ ഒത്തിരി വണ്ണമുണ്ടായിരുന്നു. എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം അവളെ കളിയാക്കുമായിരുന്നു, വണ്ണം കൂടുതലെന്നും പറഞ്ഞ് എല്ലായിടത്തും കളിയാക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമമായി. ഞങ്ങൾ അങ്ങനെ ഒത്തിരി ഡയറ്റിന് കണ്ടു, അവൾ ഭാരം കുറയ്ക്കാനൊക്കെ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. ഒടുവിൽ ഞങ്ങൾ ഇവിടെ ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്ത് ഈ ഒരു നിയോഗം വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് ഞാനും അവളും അതിൽ പങ്കെടുത്തെങ്കിലും അവൾ വണ്ണം ഒന്നും കുറയാതെ ഇരുന്നു. ഞങ്ങൾ എല്ലാ നിബന്ധനകളും കറക്റ്റ് പാലിച്ചു. എന്നാലും എനിക്ക് അറിയാമായിരുന്നു അമ്മ മാതാവ് എപ്പോഴായാലും അത് സാധിച്ചു കിട്ടുമെന്ന്. ഇപ്പം ഈ 3 മാസം കൊണ്ട് അവളെ വണ്ണം 20 കിലോ. ഞാൻ 20 കിലോയാണ് മാതാവിൻ്റെയോട് ഞാൻ ഉടമ്പടിയിൽ എഴുതി ചോദിച്ചത്. അതേപോലെ ആ കറക്റ്റ് 20 കിലോ അവളിൽ ഭാരം കുറഞ്ഞു. അത് അമ്മ മാതാവ് സാധിച്ചെന്ന് 1000 നന്ദി. പിന്നെ ഉള്ളത് എനിക്ക് കിട്ടിയ അനുഗ്രഹം, എനിക്ക് രോഗസൗഖ്യം. 1 വർഷത്തിലേറെയായി എനിക്ക് തലവേദന എന്നാൽ ഒരു സൈഡിൽ മാത്രമായിട്ടേ തലവേദന എടുക്കുകയുള്ളൂ. അതെനിക്ക് പൊട്ടിത്തെറിക്കും പോലത്തെ തലവേദനയായിരുന്നു. ഞങ്ങൾ പല ഡോക്ടറെ കാണിച്ചു, എന്നിട്ടൊന്നും എനിക്ക് കുറവത്തില്ല. ഞാൻ അങ്ങനെ നാട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് അറിയാമെന്ന്. അങ്ങനെ ഞാൻ സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ നോക്കിയപ്പം ഞാൻ അന്നേരം പോകുന്ന മുമ്പേ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് സ്കാനിങ് ചെയ്ത് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ഡോക്ടർ പറഞ്ഞു അഥവാ തലവേദന വരുന്നെങ്കിൽ 1 മാസത്തേക്ക് മരുന്ന് എഴുതി തന്നു, വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. വരുന്ന വഴിക്ക് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ആ മരുന്ന് നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. ഞാൻ ബാഗിൽ വെച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ആ മരുന്ന് കാണാനേ ഇല്ല. 1 മാസം കഴിഞ്ഞാണ് ആ മരുന്ന് ഞാൻ തിരിച്ച് കണ്ടത്. എൻ്റെ ബാഗിൽ തന്നെ എനിക്കുണ്ടായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിരുന്നു. എനിക്കിപ്പോൾ തലവേദനയില്ല. അതിനുശേഷം ഇന്ന് വരെ തലവേദന എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയത് വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അത് 2 ആഴ്ചയായതേ ഉള്ളൂ എനിക്ക്. ഞാൻ അടുക്കളയിൽ എപ്പോഴും രാവിലെ എണീച്ച ഉടനെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളും പിന്നെ എന്നും മുടങ്ങാതെ ഞാൻ മൊബൈലിൽ കുർബാന കാണുമായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അടുപ്പത്ത് കറി വെച്ചിരുന്ന കുക്കർ വലിയ ഒച്ചയോടെ പൊട്ടിത്തെറിച്ച്
അടുക്കള മൊത്തം കറികളും എല്ലാം തെറിച്ച്, ഞാൻ തൊട്ടടുത്താണ് നിന്നത്, എൻ്റെ പുറത്തെല്ലാം തെറിച്ചു. ഒരു തുള്ളി പോലും എനിക്ക് പൊള്ളലേക്കുകയോ ഒന്നും പറ്റിയില്ല. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ അന്നേരം മൊബൈൽ സാക്ഷ്യം കേട്ടുകൊണ്ട് അടുത്ത് നിൽക്കുമായിരുന്നു. എനിക്ക് അത് വലിയൊരു സാക്ഷ്യം. പിന്നെ എനിക്ക് മൂന്നാമത് കിട്ടിയ അനുഗ്രഹം, ഞാൻ 6 തവണ ഞാൻ പുതുക്കി കഴിഞ്ഞ് ഞാൻ ഇവിടെ എല്ലാ മാസവും മുടങ്ങാതെ വന്ന് പത്രം വാങ്ങാൻ വരും. അന്നേരം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, മാതാവേ എനിക്ക് അമ്മയെ ഒന്ന് തൊടാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഒന്നും അറിയാതെ വന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഒന്ന് തൊടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിവിടെ നടക്കത്തില്ലല്ലോ, ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. വെളുപ്പിന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തും അത് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേട്ടൻ നാട്ടിൽ പോയായിരുന്നു. നാട്ടിൽ പോകുമ്പോൾ ചേട്ടൻ സാധാരണ ചെറിയ കാശ് രൂപ ഞാൻ ഇവിടെ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്, അതാണ് എടുത്തുകൊണ്ട് പോണത്. അന്ന് ചേട്ടൻ അറിയാതെ എൻ്റെ കാശ് രൂപ എടുത്തുകൊണ്ട് പോയി വൈകുന്നേരം തിരിച്ച് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കാശ് രൂപ നോക്കുന്നത് കാണാനില്ല. ഞാൻ ചേട്ടൻ്റെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ്, കാശ് രൂപ ഞാൻ പോക്കറ്റ് ഇട്ടു, പക്ഷേ ഞാൻ ആ പോക്കറ്റ് പിന്നീട് കൈ ഇട്ടിട്ടേ ഇല്ല, അതുകൊണ്ട് അത് ഞാൻ കളഞ്ഞതുമില്ല. അവിടെ എല്ലാം ഞങ്ങൾ തിരഞ്ഞ് കിട്ടിയില്ല. എനിക്ക് അന്ന് ഭയങ്കര വിഷമം ഒക്കെ ആയിരുന്നു. ഇനി എന്തോ ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ ദുഃഖിച്ചിരുന്നു. അന്ന് പിറ്റേന്ന് ഞാൻ വെളുപ്പിന് 5:30 പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വന്ന അമ്മ പറയുന്നു, നിനക്ക് എന്നെ തൊടണമെന്നല്ലേ ആഗ്രഹം പറഞ്ഞത്, അത് ഞാൻ സാധിച്ചു തന്നു. ഞാൻ എൻ്റെ 2-ാം ദിവസം ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തു. ഞാൻ ഇവിടെ വന്ന് അമ്മയെ അങ്ങനെ തൊട്ടു. അങ്ങനെ എൻ്റെ 3 സാക്ഷ്യങ്ങൾ നിറവേറ്റി. പിന്നെ ഉള്ളതും ഒരു 3-4 സാക്ഷ്യം എനിക്ക് കിട്ടി. അതിൻ്റെ ആൾക്കാരും വരാത്തതുകൊണ്ടാണ് ഞാനിപ്പം പറയാത്തത്. പിന്നെ എനിക്ക് ദുഃഖ വെള്ളിയാഴ്ച അന്ന് തിരുഹൃദയം കിട്ടി, ഈസ്റ്ററിന് തിരുഹൃദയം കിട്ടി. പിന്നെ അമ്മയുടെ 2 പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി അമ്മ മാതാവിൻ്റെ. പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് പേർഷക പ്രവർത്തനം ചെയ്ത് ആശുപത്രികളിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും നടന്ന് കൊടുക്കും. പിന്നെ വൃദ്ധസദനത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ പോയി ഇവിടെ നിന്ന് ഉപ്പും തേനും കാശ് രൂപ എല്ലാം വാങ്ങി അവിടുത്തെ അമ്മമാർക്കെല്ലാം കൊണ്ടുപോയി കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് സമയം ചിലവഴിക്കും. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി പത്രങ്ങളും പൊതിച്ചോറും കൊടുക്കും. പിന്നെ അവിടെ സുഖമില്ലാത്തവരെ കണ്ട് സംസാരിച്ച് അവർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ വെളുപ്പിന് 4 മണി കഴിയുമ്പം തന്നെ എണീച്ച് ജപമാല ചൊല്ലും. അത് കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഡെയിലി ബെഡ് കാണുന്നത്. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ചേട്ടൻ്റെ നടുവേദന സൗഖ്യമാക്കി. ആ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം പറയുന്നില്ല. അങ്ങനെ 1000 അനുഗ്രഹം ഞങ്ങൾക്ക് അമ്മ മാതാവ് തന്നു. ഇതൊന്നുമല്ല, ഒത്തിരി തന്നു. തൈലം തൊട്ട് ഞങ്ങൾക്ക് പല അസുഖങ്ങൾ സൗഖ്യമാക്കി തന്നു മാതാവ്. അങ്ങനെ ഒത്തിരിയേറെ ഇവിടെ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കും, വിളിച്ചാൽ വിളി കേൾക്കുന്ന മാതാവാണെന്ന് എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട്. ഇനി ഒരിക്കലും അമ്മയെ വിട്ട് പോവില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എൻ്റെ നിത്യത വരെ ഇനി അമ്മേനെ കൂടെ തന്നെ ആയിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പരിശുദ്ധ മാതാവിനും 1000 നന്ദി. ഈശോ അപ്പച്ചനും